രേഹ, നീ ഇവിടാണോ താമസിക്കുന്നേ? എന്തു പറ്റിയടാ? നിനക്കെന്തെങ്കിലും എന്നോട് ദേഷ്യമുണ്ടോ? രേഹ, നീ ഈ വീട്ടിലാ താമസിക്കുന്നത്. നിന്റെ അച്ഛനാണെങ്കിൽ ഈ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ലോയറാ. നിനക്കാണെങ്കിൽ പൈസയ്ക്ക് ഒരു കുറവില്ല. നീ പിന്നെ നീ ചെറിയ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നേ. നിനക്കറിയാവുന്ന കാര്യല്ലേ, എനിക്ക് എന്റെ അച്ഛന്റെ ഒരു കാശും വേണ്ട. എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹം. നീ ഇപ്പൊ ഒരു ഹോട്ടലിലെ വെയിട്രസ് ആയിട്ട് നിൽക്കാ. എനിക്കത് ഇഷ്ടമല്ല. അവിടെ ഓരോരുത്തന്മാരുടെ നോട്ടം കാണണം. ഞാനിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ അതെ, എല്ലാ ആഴ്ചയും ജോലി മാറ്റിക്കൊണ്ടിരിക്കും. ആ ശരി. പിന്നെ ഈ വീട് എന്റെ മാത്രമല്ല കേട്ടോ. ഈ വീട് നമ്മുടെയാ. സത്യമായിട്ടും? ആ ദാ പിടിക്ക്. ഐ ലവ് യു. ഐ ലവ് യു ടു. ഫൈനലി ഈ വീട് അങ്ങനെ എന്റെയായി. ഇനി പതിയെ പതിയെ നിന്റെ എല്ലാ പ്രോപ്പർട്ടിയും എന്റെ ആവും. ബൈ ബേബി. ഇപ്പൊ പോണോ? നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, നിനക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം. പക്ഷെ ഈ ജോബ് എനിക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാലോ. അപ്പൊ എനിക്ക് പോവാതെ പറ്റില്ല. പ്ലീസ്. നീ വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ. ശരി, ഞാൻ നീ വരാൻ കാത്തിരിക്കുവേ. ബൈ. പെട്ടെന്നൊന്ന് കുളിച്ചേക്കാം. നിക്ക് വരുന്നതല്ലേ. ഹായ്. ഹായ്, കം. ഓ, ഈ വാതില്.
ഹേയ് നിക്കി, എന്തൊക്കെയുണ്ട് ചക്രേ? ആഹാ, എനിക്ക് സുഖാണ്. എടി, നിന്നെ കാണാൻ ഇത് എന്ത് ഭംഗിയാ. വെൽക്കം ടു മൈ ഹോം. ഹോം? നീ ഈ വീട്ടിലാണോ താമസിക്കുന്നേ? ഇതെന്ത് വല്ലാത്തൊരു വീട്, മൊത്തത്തിലൊരു പുരാവസ്തു സെറ്റപ്പ്. നീ ഈ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നേ? മൃദുൽ, ഞാൻ വെറുതെ. മൃദുൽ, മൃദുൽ, ഞാൻ വെറുതെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിക്കി, എനിക്കിപ്പോ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിന്നെ പോലെ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവനല്ല ഞാൻ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. ഈ വീട്ടിലെ ഓരോ കല്ലിനും അറിയാം ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് നീ എന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാണോ? അയ്യോ, ഒരിക്കലുമല്ല. സോറി മൃദുൽ. ദേ നോക്കിയേ, ഞാൻ സോറി പറയുന്ന കണ്ടോ? പിണക്കം മാറ്റാനൊക്കെ എനിക്ക് അറിയാം. ഇപ്പൊ മാറിയോ? സോറി. ഇനി ഒന്ന് ചിരിക്കുന്നേ. പിണക്കം മാറിയോ? പ്ലീസ് 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 പ്ലീസ്. ആ ശരി. എന്തു പറ്റി? അമ്മ വിളിക്കുന്നുണ്ട്. അതിന് ഞാൻ സംസാരിച്ചിട്ട് വരാം. ഓക്കെ? എന്റെ അമ്മേ, പറഞ്ഞോ. ഇവരുണ്ടല്ലോ, എന്തൊരു മണ്ടനാ. ശരിക്കും ഒരു അമ്മ കുഞ്ഞു തന്നെ. ഹലോ. ഹാ ബേബി, പറ. നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നീ ഇതെവിടെ? അതെനിക്കറിയാടാ, നീ എനിക്ക് വേണ്ടി ഡിന്നർ ഉണ്ടാക്കാൻ പോവാണെന്ന്. ആ ബേബി, ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. നിനക്കിത് എന്താ വേണ്ടേ? എടാ, ഞാൻ അത് പറയാനാ വിളിച്ചേ. ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട. ഇന്ന് എനിക്ക് ഒരുപാട് ടിപ്സ് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പാർട്ടി എന്റെ വക. ഓക്കെ. ലവ് യു ടു ബേബി. ശരി, ബൈ. ബൈ. മൃദുൽ, ഐ എം ഗെറ്റിംഗ് ലേറ്റ്. എനിക്കൊരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ കാണാലോ. ശരി, ബൈ നിക്കി. ലവ് യു. ലവ് യു ടു. ലവ് യു.
ലവ് യു മൃദുൽ. എന്ത് കഷ്ടം ഇത്. അവളും പോയല്ലോ, ഇനി മറ്റവള് വരാനും വൈകും. അതിനിപ്പോ എന്താ, നമുക്ക് ആരായാലും കണക്കല്ലേ. അടുത്തന്നെ നോക്കാം. ഓ, അന്യായിട്ടാണല്ലോ. ആ ശരിയടാ മോനെ, ശരി. ഞാൻ പറയുന്ന മൊത്തം ഒന്ന് കേക്ക്. എടാ, രണ്ടും എനിക്ക് വെറും ടൈം പാസ് മാത്രമാ. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? നിക്കിയുടെ പൈസയും റേയുടെ പ്രേമവും രണ്ടിനെ ഇങ്ങനെ ചരടിക്കെട്ടി ഇട്ടേക്ക. എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. രണ്ടുപേരും അറിഞ്ഞാണ്ടല്ലോ നിനക്ക് നല്ല 8ന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്റെ പൊന്നളിയ, നിനക്ക് വാ തുറന്ന വല്ല നല്ല കാര്യം വല്ലതും പറഞ്ഞുകൂടെടാ? എടാ അളിയ, അത് ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാടാ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എടാ, നിനക്കറിയാലോ, ഇത്രയും നാളായിട്ട് എന്നെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, നിനക്കറിയാവുന്ന കാര്യമല്ലേ? ആ, അതൊക്കെ ശരിയാ. പിടിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാടാ. പക്ഷെ ആ സിദ്ധിയുടെ കാര്യം നീ മറന്നാ? അളിയ, അതിനകത്ത് എന്റെ ഒരു തെറ്റുമില്ല. പിന്നല്ലാതെ ആരുടെ തെറ്റാടാ? അവളുടെ ഭർത്താവ് നിന്നെ കൊന്നു കളയേണ്ടതായിരുന്നു ഒന്ന്. അവക്ക് ഭർത്താവുണ്ടെന്നുള്ള കാര്യം അവൾ എന്നോട് പറഞ്ഞില്ലെന്നേ. എടാ മരപ്പൊട്ടാ, അവള് പറഞ്ഞില്ലേ മൈ ബെറ്റർ ഹാഫ്, മൈ ബെറ്റർ ഹാഫ് എന്നൊക്കെ. നിനക്കത് മനസ്സിലാകാഞ്ഞിട്ടാ. ഓ, അവനൊരു ഇംഗ്ലീഷുകാരൻ. പോയി പണി നോക്കടാ. നീ ഇപ്പൊ വിളിച്ച കാര്യം എന്താന്ന് പറ. അത് ഞാൻ ചുമ്മാ വിളിച്ചതാ. അല്ല, നീ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞേ. അവര് രണ്ടുപേരും ഇതറിഞ്ഞാ പിന്നെ നീ എന്ത് ചെയ്യും? എടാ, എന്നെ പറ്റി ശരിക്കും നിനക്ക് അറിഞ്ഞൂടെ? എല്ലാം പ്ലാൻ ചെയ്ത് ഇന്നലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അളിയാ. ഇതിലെ നിക്ക് അകത്തേക്ക് വന്ന അതിലെ രേഖ പുറത്തേക്ക് പോവും. രേഖ വന്നു കഴിഞ്ഞാൽ നിക്ക് പുറത്തേക്ക് പോവും. ഇനി രണ്ടും അകത്തേക്ക് വന്ന മൂന്നാമത്തോളെ നോക്കൂടാ. ആ ഓക്കെ അളിയാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. ആ ശരിടാ, ശരി ശരി, പിന്നെ വിളിച്ചാൽ മതി. ഓക്കേടാ, ബൈ. ഓക്കെ. ഹോട്ട്. ഹാപ്പി ആനിവേഴ്സറി ബേബി. ഹാപ്പി ആനിവേഴ്സറി. അപ്പോ ഇന്നത്തെ രാത്രി എല്ലാം നിന്റെ ഇഷ്ടാ. ഹാവ് ഫൺ. യെസ്. I have a surprise for you. കാണിച്ച്. ഇന്ന് നിനക്ക് ഗിഫ്റ്റായിട്ട് ഒരു സുന്ദരമായ രാത്രി സമ്മാനിക്കണം എനിക്ക്. ആഹാ, അത് കൊള്ളാലോ. എന്തു പറ്റി മോളെ? ഇന്ന് ഭയങ്കര തിരക്കാണല്ലോ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നതല്ലേ. ഓ, നീ ഇതെന്താ ചെയ്യുന്നേ? എനിക്ക് ഇക്കിളിയാവുന്നു. നീ ഇതൊക്കെ എൻജോയ് ചെയ്യടാ. വാട്ട് ഈസ് ദിസ്?
നിങ്ങൾ രണ്ടും ഒരുമിച്ച്. നീ എന്താ കരുതിയേ? നിന്റെ സീക്രട്ട് ഗെയിമൊന്നും ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? നീ എന്താ കരുതിയേ? ആ ഇങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും പറ്റിച്ച് ജീവിക്കാന്നോ? അതോ വേറെയും പെണ്ണുങ്ങളുണ്ടോ? ആ ഇതില് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ നിനക്കുള്ള സർപ്രൈസ്. അതായത് ത്രീസം. അടിച്ചു പൊളിക്കാം. ഓക്കെ. ഒന്ന് വാ മക്കളെ, ലെറ്റ്സ് പ്ലേ ദ ഗെയിം. എന്താ ഈ പറയുന്നേ? അവൻ എന്നെ ചതിക്കായിരുന്നോ? ഈ സച്ച ചീറ്റർ. ഞാൻ അവനെ എന്തോരം സ്നേഹിച്ചതാ, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.